നമസ്കാരം, ചാനൽ ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നേര്യമംഗലം വനമേഖലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് തടസ്സം നിൽക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും റവന്യൂ വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമായിരുന്നു. കഴിഞ്ഞ മെയ് 28-നാണ് നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ദൂരത്തിലുള്ള റോഡിന് വനം വകുപ്പിന് അവകാശമില്ലെന്നും ദേശീയപാതയിൽ നടത്തിവരുന്ന നവീകരണ പ്രവർത്തനങ്ങൾ വനം വകുപ്പ് തടസ്സപ്പെടുത്തരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ഇത് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് റവന്യൂ വകുപ്പാണ് എന്നാണ് പറയുന്നത്. ദേശീയപാത വിഭാഗത്തിന് സുഗമമായി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഭൂമി അളന്നുതിരിച്ച് നൽകേണ്ടതും റവന്യൂ വകുപ്പ് തന്നെയാണ്. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് വന്ന് 2 മാസം പിന്നിട്ടിട്ടും റവന്യൂ വകുപ്പ് സർവേ നടപടികൾക്കോ തുടർ പ്രവർത്തനങ്ങൾക്കോ യാതൊരുവിധ താൽപര്യവും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപം. 2 ആഴ്ച മുമ്പ് താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളക്കുന്നതിന് വനമേഖലയിൽ എത്തിയിരുന്നു. എന്നാൽ അന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ല. ഇതോടെ റവന്യൂ വകുപ്പ് തുടർ നടപടികൾ അവസാനിപ്പിച്ചു എന്നാണ് പ്രധാനമായും ആക്ഷേപം ഉയരുന്നത്. ദേശീയപാതയുടെ 100 മീറ്റർ വീതിക്ക് വനംവകുപ്പിന് യാതൊരുവിധ അധികാരവുമില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും കളക്ടർ മരം വെട്ടുവാൻ വനംവകുപ്പിന് നിർദ്ദേശം നൽകിയതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പഞ്ചായത്തിനെ മരം വെട്ടുവാൻ ഏൽപ്പിക്കേണ്ടതിന് പകരം അധികാരമില്ലാത്ത വനംവകുപ്പിനെ ഏൽപ്പിച്ചതിലും ദുരൂഹതയുണ്ട് എന്നാണ് ഹൈവേ സംരക്ഷണ സമിതി നേതാക്കളും അതിജീവന പോരാട്ട വേദിയും എല്ലാം ആവശ്യപ്പെട്ടിരുന്നത്. മന്നാങ്കണ്ടം വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 4, 5 എന്നിവയിൽ ഉൾപ്പെട്ട 42-ലേറെ സർവേ നമ്പറുകൾ ഉൾപ്പെടുന്നതാണ് നേര്യമംഗലം വനമേഖലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത. ഇതിനിടെ ദേശീയപാത കടന്നുപോകുന്ന മേഖലയിൽ അപകടകരമായ മരങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സ്വകാര്യ വ്യക്തിയുടെ ഹർജി പരിഗണിക്കവേ വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനിടയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവരുന്നത്. യഥാർത്ഥത്തിൽ വനമേഖലയിലൂടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തിരഞ്ഞപ്പോഴാണ് യഥാർത്ഥ വസ്തുത എന്ന പേരിൽ വനംവകുപ്പ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വനമേഖലയിൽ അഥവാ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിൽ 259 മരങ്ങളാണ് മുറിക്കേണ്ടി വരുന്നത്. ഇത് പ്രാഥമികമായി കണക്കാക്കിയതാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുവാദം ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ മരങ്ങൾ മുറിക്കുന്നതിന് സാധിക്കുകയുള്ളൂ എന്നും മൂന്നാർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ ഓഗസ്റ്റ് മാസം 1-ാം തീയതി പുറത്തുവിട്ട RTI അപേക്ഷ വിവരാവകാശ അപേക്ഷയുടെ മറുപടിയിൽ പറയുന്നു. അടിമാലി സ്വദേശിയായ അലി ആട്ടായൻ നൽകിയ അപേക്ഷയിലാണ് വ്യക്തമായ വിവരം DFO പുറത്തുവിടുന്നത്. 259 മരങ്ങൾ എന്നുള്ളത് കൃത്യമായ കണക്കാണെന്നും DFOയുടെ ഉത്തരവിൽ അഥവാ മറുപടിയിൽ വ്യക്തമാണ്. നേര്യമംഗലം മുതൽ വാളറ വരെ വരുന്ന ആലോ മൂന്നാർ റോഡ് കടന്നുപോകുന്ന 15 കിലോമീറ്റർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവകാശത്തിൽ തന്നെയുള്ള ഭൂമിയാണെന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഈ ഭൂമി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ്. ഈ പ്രദേശത്ത് ദേശീയപാത റോഡ് വികസനത്തിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമുണ്ട്. 1980-ലെ വനസംരക്ഷണ നിയമം അനുസരിച്ച് വനഭൂമി വനേതര ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ്. നേര്യമംഗലം പാലം മുതൽ വാളറ വരെയുള്ള ഭാഗം വീതി കൂട്ടി റോഡ് നിർമ്മിക്കുന്നതിന് യൂസർ ഏജൻസിയായ ദേശീയപാത അതോറിറ്റി കേന്ദ്ര സർക്കാരിന്റെ വെബ് പോർട്ടലായ പരിവേഷ് പോർട്ടലിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആയത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അനുവാദം ലഭ്യമാകുന്ന മുറയ്ക്ക് മാത്രമേ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് സ്ഥലം കൈമാറുവാൻ കഴിയുകയുള്ളൂ എന്നാണ് DFOയുടെ മറുപടിയിൽ പറയുന്നത്. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്നതിന് വനം വകുപ്പിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നു. നേര്യമംഗലം വനമേഖലയിലെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നൽകിയ ഉത്തരവ് അനുസരിച്ച് അപകടകരമായി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇടുക്കി ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്നും DFOയുടെ മറുപടിയിൽ വ്യക്തമാക്കുന്നു. ഇതിനിടയിലാണ് വലിയ തോതിലുള്ള ഒരു കൊടുംചതി നടന്നിരിക്കുന്നത്. ഒരു പ്രദേശത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഇക്കാര്യത്തിൽ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രദേശത്തെ അപകടകരമായ അഥവാ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ അപകടകരമായ റോഡരികിലെ മരങ്ങൾ മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട്
ഫോറസ്റ്റ് വകുപ്പിന് യാതൊരുവിധ കത്തോ അപേക്ഷയോ ഇതുവരെ നൽകിയിട്ടില്ല എന്നും വളരെ വ്യക്തമായി വിവരാവകാശ മറുപടിയിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ, അതിജീവന പോരാട്ട വേദി, അതോടൊപ്പം തന്നെ ദേശീയപാത സംരക്ഷണ സമിതി, അതുപോലെ തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളോടും വിശദീകരിച്ചത് ഇത് സംബന്ധിച്ച് മരങ്ങൾ മുറിച്ചു നീക്കുന്നത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു എന്നാണ്. ഇടുക്കി ജില്ലാ കളക്ടർക്ക് അങ്ങനെയൊരു അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷ ഇതുവരെ വനംവകുപ്പിന് ലഭിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് ജില്ലാ കളക്ടറോട് മാത്രമല്ല വനംവകുപ്പ് അധികൃതർക്കും കൃത്യമായി കത്തോ അപേക്ഷയോ നൽകേണ്ടതുണ്ട്. ഇവർക്ക് അപേക്ഷ നൽകുന്നതിന് പകരം അല്ലെങ്കിൽ ഇവർക്കൊരു വിവരം നൽകിയതിനു ശേഷം ഈ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് സ്വയമായി തീരുമാനമെടുക്കാവുന്നതാണ്. എന്നാൽ സ്വന്തം അവകാശത്തിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള അധികാരങ്ങൾ യാതൊരു രീതിയിലും ഉപയോഗിക്കാതെ എങ്ങും തൊടാതെ ജനങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള നിലപാടിൽ കൂടുതൽ വ്യക്തത ആവശ്യമാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തത് ജനങ്ങളെ വലിയ തോതിൽ പ്രതിഷേധത്തിന് കാരണമാക്കിയിട്ടുണ്ട്. അടിയന്തരമായി വനംവകുപ്പ് അതിന് നൽകിയ കത്ത് പുറത്തുവിടണമെന്നും അതല്ല എങ്കിൽ അടിയന്തര നടപടി സ്വീകരിച്ച് അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നും ഉള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സംഭവത്തിൽ ഏതായാലും വാശിയേറിയ ചർച്ചകൾക്ക് കളമൊരുങ്ങിയിട്ടുണ്ട്. അടിമാലി മേഖലയിലടക്കം നിരവധിയായ മരങ്ങൾ വീണ് ദേശീയപാതയരികിലടക്കം നിരവധി ജീവനുകൾക്ക് അപകടങ്ങൾ സംഭവിച്ചിരുന്നു, വാഹനങ്ങൾ തകർന്നിരുന്നു. ഇതെല്ലാം ഒളിച്ചു വെച്ചുകൊണ്ടുള്ള നിലപാടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികാരികൾക്ക് കൃത്യമായി മറുപടി നൽകാനോ അതോടൊപ്പം തന്നെ നടപടി സ്വീകരിക്കാനോ ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതർ തയ്യാറായിട്ടില്ല. നേര്യമംഗലം വനമേഖലയിലെ യാതൊരുവിധ മരങ്ങളും പഞ്ചായത്തിന്റെ നേതൃത്വത്തിലോ തദ്ദേശ സ്വയംഭരണ നിയമം അനുസരിച്ചോ മുറിച്ചു നീക്കിയതായിട്ട് യാതൊരുവിധ രേഖകളും അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ പക്കലില്ല. എന്നാൽ അടിമാലി കുമളി ദേശീയപാതയുടെ വശത്തെ അടിമാലി ടൗണിനോട് ചേർന്നുള്ള 2-3 മരങ്ങൾ മുറിച്ചു നീക്കിയത് മാത്രമാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്ന നടപടി. അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്വന്തം അവകാശങ്ങളോ അധികാരങ്ങളോ ഉപയോഗിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കളക്ടറുടെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഉത്തരവ് നൽകിയതിനെ തുടർന്നാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായത്. അതിജീവന പോരാട്ട വേദി ചെയർമാനായ റസാഖ് ചൂരുവേലി, ദേശീയപാത സംരക്ഷണ സമിതിയുടെ ചെയർമാനായ PM ബേബി അടക്കമുള്ളവർ നിരവധിയായ പരാതികളുമായി മരം മുറിക്കണമെന്ന് ആവശ്യപ്പെട്ട് സജീവമായി രംഗത്തുണ്ട്. ഈ ഘട്ടത്തിലും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടിയും ഉണ്ടാകാത്തതാണ് ജനങ്ങളെ പ്രകോപിതരാക്കിയിരിക്കുന്നത്. മരങ്ങൾ മുറിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സന്നദ്ധ സംഘടനകൾ അടിമാലി ഗ്രാമപഞ്ചായത്തിനും കത്ത് നൽകിയിരുന്നു. ഇതിന്മേലും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. അടിയന്തരമായി ജനങ്ങളുടെ സംശയം അകറ്റുന്നതിനും അടിയന്തരമായി പ്രദേശത്തെ അപകടകരമായ മരങ്ങൾ മുറിച്ചു നീക്കുന്നതിനും ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. തുടർച്ചയായി വാർത്തകളും വിശേഷങ്ങളും ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ ചുവടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.